ഇപ്പൊ വിളിച്ചിരുന്ന മതി ഞാൻ മോനെ സാർ പറയണ സാർ. മറ്റേ നമ്പർ ഇല്ലേ? ഉണ്ട് സാറേ. ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ കുറെ അറിഞ്ഞാന്നില്ലേ, പാർട്ടിയിലൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ ഒന്നും അറിയില്ല സാറേ. ഞാൻ ഇപ്പം വണ്ടി ഓട്ടങ്ങളായിട്ടൊക്കെ ഞാൻ കുറച്ച് തിരക്കിലൊക്കെയാണ്. ഇപ്പോഴേ ശബരി മത്സരിച്ചപ്പോ എതിരായിട്ട് വർക്ക് ചെയ്ത ജലീൽ മുഹമ്മദ്, ഉദയൻ, ജ്യോതിഷ് അവരുടെ കയ്യിലാണ് പാർട്ടി. അപ്പൊ നമ്മളങ്ങോട്ടേക്ക് പഠിപ്പിക്കുന്നില്ല. ഒരു അരുവിക്കലെ പരിപാടിക്ക് നമ്മളെ കേൾക്കുന്നില്ല. അപ്പൊ ഈ ബോക്സിംഗ് ജസ്റ്റിയും പ്രവീണും ഉണ്ട്. പ്രവീൺ ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ അവന്മാരെ വലിയ വീണും. അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല. നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കുക. അത് മനസ്സിൽ വെച്ചോളണം. അതിനാണ് വിളിച്ചത്. നമുക്കിപ്പം ഈ കണക്കിനാണെങ്കിൽ നമുക്കിപ്പോ ഇവര് നമുക്ക് പലവണൊക്കെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശബരിയൊക്കെ മീറ്റിംഗ് നമ്മളിപ്പോൾ കാര്യം പറഞ്ഞാലും ഞങ്ങളെല്ലാം ഉണ്ട്. കളത്തുകാരി ഉണ്ണികൃഷ്ണനുണ്ട്, ശോഭനാസുണ്ട്, ഞാനുണ്ട്, ഇവിടെ പൊട്ടത്തിൽ സതി നമ്മളെല്ലാം ഉണ്ട്. വെള്ളനാട് ശശിയെണ്ണ, മറ്റേ സത്യജോസ്, പൂച്ചിലായത്തിൽ നമ്മളെല്ലാരും ഉണ്ട്. മെമ്പർമാര് കുമ്മനശ്രീകുമാർ, അക്ഷയെണ്ണ എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇവര് നമ്മൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞവര് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഈ അടൂർ പ്രകാശമൊക്കെ അവരുടെ ഭാഗത്താണ്. അപ്പൊ നമുക്കൊരു താങ്ങേണ്ടി വരും. ഞാൻ പറയുന്നത് നൈസില് മറിച്ച് മുരളീധരൻ ചെയ്തങ്ങ് പോയാൽ എന്തായാലും മോഡി അങ്ങ് വരട്ട്. അയാളിപ്പോ അയാളെ ഗവൺമെന്റ് വരണമെന്നല്ല, നമുക്ക് എന്തിനുള്ള ഈ അലവരായിരിക്കും സഹായിക്കുന്നത്. എന്താണ് നിന്റെ ഒരു അഭിപ്രായം? സാറ് പറയണത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അതിനനുസരിച്ച് താങ്ങി കൊടുത്താൽ ഇവരൊന്ന് പോകുന്ന നൈസിന് മറിച്ചാൽ കിട്ടും. ഇവർക്ക് നമ്മൾ പറഞ്ഞു വെള്ളനാട് അരുവിക്കരെ നിങ്ങൾ തറ വെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് മക്കളെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിലപാടെടുക്കേണ്ടി വരും. സാറ് പറയും പോലെ ശരി ഞാൻ ഇടയ്ക്ക് കാണാം. ഇടയ്ക്ക് കാണാം സാറേ. നമുക്ക് ശരി സാറേ.